أيها الصدر المعظم وأساتذة الكرام والطلاب العظام، السلام عليكم ورحمة الله تعالى وبركاته. أريد أن أخطب خطبة صغيرة في مولد النبي صلى الله عليه وسلم في هذه محفلة ولادة النبي صلى الله عليه وسلم في هذا الشهر ربيع الأول. ولذا كان صحابيون ليختبرون تاريخ النبي صلى الله عليه وسلم ولأولادهم في هذا الشهر ربيع الأول، وكذلك يمدحون مدح النبي الكريم وفي الحديث دليل وكثير في هذه الموضع، وقد اختلف كثير من أهل البدع ومدح النبي صلى الله عليه وسلم، ولكن ليس لهم أخذ من القرآن والحديث والكتاب والإجماع. أختم كلامي مع السلام عليكم ورحمة الله ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أريد أخبركم خطبة صغيرة جدا عن موضوع صلاة النبي صلى الله عليه وسلم. قال الله تعالى في القرآن المجيد: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. من صلى علي صلاة واحدة صلى الله بها عليه عشرا. أختتم كلامي هذا. السلام عليكم ورحمة الله. رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولا يرون أنهم يفطرون في كل عام مرتين أو مرتين ثم لا يتوبون ولا هم يذكرون. പ്രിയരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൃപാ കടാക്ഷങ്ങൾ വർഷിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മഹാമാരിയുടെ സമൂഹ വ്യാപനത്തിലേക്ക് കാലവർഷം തകർത്ത് പെയ്യുമ്പോൾ സങ്കീർണതകൾ ഏറുകയാണ് ചെയ്യുന്നത്. വെള്ളപ്പൊക്കം, കടൽക്ഷോഭവും, പേമാരിയും, ഉരുൾപൊട്ടലും, മഴ പോലെ വെള്ളപ്പാച്ചിലും ദുരന്തങ്ങൾ പെയ്തിറങ്ങുന്ന അസ്വസ്ഥയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ആലങ്കാരികമായ നാമധേയം നമുക്ക് നൽകുന്ന പാഠങ്ങളേറെയാണ്. കുത്തിയൊലിച്ച മണ്ണിലും മലയിലും മരണപ്പെട്ടവരും കാണാതായവരും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരും. പ്രകൃതി ദുരന്തങ്ങൾ നൽകുന്ന പാഠങ്ങൾ നാം വായിച്ചെടുക്കേണ്ടത് ഏറെ തന്നെയാണ്. ഈ പ്രപഞ്ചവും അതിലെ പ്രതിഭാസങ്ങളും വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നും അതിന്റെ പിന്നിലെ അദൃശ്യനായ ശ്രേഷ്ഠ ഉണ്ടെന്നുള്ള ബോധ്യവും നഷ്ടപ്പെടുന്ന ഈ കാലത്ത് ആ ദൈവത്തിലേക്ക് കൈനീട്ടി കണ്ണീര് വാർത്ത് പ്രാർത്ഥിക്കണമെന്ന പാഠം തന്നെയാണ് പരമവും പ്രധാനമായിട്ടുള്ളത്. നാം കുടിക്കുന്ന വെള്ളത്തെ പോലും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആനിലെ 86-ാമത്തെ അധ്യായം സൂറത്തുൽ വാഖിയയിൽ നമുക്ക് ഇപ്രകാരം കാണാം: നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല അതിനെ ഇറക്കിയവൻ നാമാണോ? സഹോദരങ്ങളെ, ആകാശം ഉയർത്തിയും ഭൂമി പരത്തിയും പർവ്വതങ്ങൾ നാട്ടിയും എങ്ങനെയാണ് ഈ ഭൂമി സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ഖുർആനിന്റെ ചോദ്യങ്ങൾ നമ്മുടെ കർണപുടങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വന്നേക്കും നാം കേട്ടിട്ടുണ്ടോ? പ്രകൃതിയെ തൊട്ടുണർത്തി പ്രപഞ്ച സിദ്ധാവിന്റെ ചോദ്യങ്ങൾ മാനവന്റെ കണ്ണ് തുറപ്പിക്കേണ്ടവ തന്നെയാണ്. എന്നിട്ട് മനുഷ്യൻ അവയിലേക്കല്ല തിരിഞ്ഞു നോക്കുന്നുള്ളൂ എന്നുള്ളത് ഖേദകരം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു: മനുഷ്യരെ, ഒരു വർഷത്തിൽ 1-2 തവണ നിങ്ങളെ നിരന്തരം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരം പാപകൃത്യങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി അവയിൽ നിന്ന് സംരക്ഷണം തേടി റബ്ബിനോട് നിങ്ങൾ പശ്ചാത്താപിക്കുന്നില്ല? എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും ദുഷ്ടാന്തരങ്ങളും കണ്ട് ചിന്തിക്കുന്നില്ല? സഹോദരങ്ങളെ, ഇവയൊക്കെയും ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള പ്രകൃതിയുടെ പാഠങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണുകയും കേൾക്കുകയും ചെയ്ത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനും സഹിക്കാനുള്ള കരുത്തും കഴിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. رسولا أمينا دليلا مبينا أطلع بطيبا بشيرا مجيبا. رسولا أمينا دليلا مبينا أطلع بطيبا بشيرا مجيبا. مرحبا أهلا وسهلا ألوفا، مرحبا أهلا وسهلا ألوفا. يا حبيبي يا حبيبي يا حبيبي
يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبا بشيرا مجيبا مرحبا أهلا وسهلا ألوفا مرحبا أهلا وسهلا ألوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله كان نورا ساطعا فوق كل اللامع طاب أسلا آليا طالب أسلا نامعا عليه دوما صلاة الله نسلم لرسول الله عليه دوما صلاة الله نسلم لرسول الله رسولا أمينا للإله مبينا أتانا بطيبا بشيرا مجيبا مرحبا أهلا وسهلا ألوفا مرحبا أهلا وسهلا ألوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله